ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ, ഗൂഗിൾ മാപ്പ് എന്തിനാ ഉപയോഗിക്കുന്ന? എന്തെങ്കിലും സ്ഥലത്ത് പോകണമെങ്കിൽ അതിനുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത്. കൂട്ടുകാരൊക്കെ പലയിടത്തും പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഗൂഗിൾ മാപ്പ് ഷെയർ ചെയ്ത് തരാറുണ്ട്. ഞാൻ പറഞ്ഞു തന്നതല്ല, ചില വയസ്സായവർക്ക്, പ്രായമുള്ളവർക്ക് ഈ ഗൂഗിൾ മാപ്പിൻ്റെ ഇംഗ്ലീഷ് ഒന്നും അത്രയ്ക്ക് പിടുത്തം ഉണ്ടാകത്തില്ല. അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ടച്ച് ഫോണാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണ് എല്ലാം മലയാളത്തിലാക്കാമെന്നും, പിന്നെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുക, സ്റ്റാൻ ലെഫ്റ്റ്, സ്റ്റാൻ റൈറ്റ് എന്നൊക്കെയല്ലേ സംസാരിക്കുന്നത്. എന്നാൽ നമുക്ക് അത് നമ്മുടെ ഭാഷയായ മലയാളത്തിൽ മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മളെ ഗൂഗിൾ മാപ്പിൽ തന്നെ ഉണ്ട്. പലർക്കും ഇതറിയില്ല. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ ഭാഷ എങ്ങനെയാണ് മാറ്റുന്നതെന്നും, പിന്നെ ഗൂഗിൾ മാപ്പിൽ എവിടെയെങ്കിലും പോയാൽ ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ് എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ വയസ്സായവർക്ക് അത് മനസ്സിലാവത്തില്ല, അങ്ങനെ ഒരു തന്നാവാൻ വരും. അപ്പോൾ ഞാൻ ആദ്യം ഗൂഗിൾ മാപ്പിൽ ഭാഷ എങ്ങനെയാണെന്ന് മാറ്റണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ മാപ്പ് എടുക്കുകയാണ്. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈലിലേക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആപ്പ് ലാംഗ്വേജ് എന്ന് ആദ്യം തന്നെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഡിഫാൾട്ടായിട്ട് ഇംഗ്ലീഷ് ഇന്ത്യയിലായിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ലേ, മലയാളം ആക്കി കൊടുക്കുക. അപ്പോൾ ചേഞ്ച് ചെയ്യട്ടെ എന്നൊരു പെർമിഷൻ വരും. അപ്പോൾ നമ്മൾ ഓക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഒന്നേന്ന് ഓണാവും, ഭാഷയും ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇനി അത് തിരിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രമീകരണമെന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഭാഷ നിന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് തിരിച്ച് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്ന് വീണ്ടും കിടക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ പെർമിഷൻ വരും. ശരി, ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലോട്ട് മാറുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഗൂഗിൾ സ്റ്റാൻ ലെഫ്റ്റ്, സ്റ്റാൻ റൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മളെ ഭാഷയിൽ ഇടത്തോട്ട് പോവുക, വലത്തോട്ട് പോവുക എന്നൊക്കെ നമുക്ക് ഗൂഗിളിനെ കൊണ്ട് പറയാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 3 ഡോട്ട്സ് ഇവിടെ പ്രൊഫൈലിലേക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം കുറച്ച് താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ നാവിഗേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വോയിസ് സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡിഫാൾട്ടായിട്ട് അത് ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നത്. കുറച്ച് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മലയാളത്തിലേക്ക് നമുക്കത് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾ ഏത് ഇത് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇനി മലയാളത്തിൽ മാത്രമേ ഗൂഗിൾ ലൊക്കേഷൻ പറഞ്ഞു തരുള്ളൂ. ഇടത്തോട്ട് പോവുക, വലത്തോട്ട് പോവുക, അങ്ങനെ ഓരോ കാര്യം ഗൂഗിൾ ക്ലിയറായിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇനി ഞാൻ ഒരു ഓപ്ഷൻ കൂടെ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ഇതേപോലെ മാറ്റിയാൽ മതി. എനിക്ക് തൽക്കാലം അത് മതി. അതിനായിട്ട് ഇവിടെ പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ ഒരു മോഡ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക.
അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ലൊക്കേഷനാണോ അടിച്ചത് ആ ലൊക്കേഷനിൽ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നതാണ്. ചില ഗൂഗിൾ മാപ്പിൽ സെർച്ച് ഹിസ്റ്ററി ഉണ്ട്, പക്ഷേ ഇതുവഴി നിങ്ങൾ ഏത് ലൊക്കേഷൻ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആരും അറിയാതെ നിങ്ങൾക്ക് ഇതുവഴി ഏത് ലൊക്കേഷൻ വേണോ സെർച്ച് ചെയ്യാം, ആരും അറിയത്തില്ല. ക്രോമിലും എല്ലാത്തിലും ഈ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ടാലും മതി, തിരിച്ചും അവിടെ തന്നെ പോകണം. അപ്പോൾ ഇത്രയും ഈ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ നടത്തുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള എല്ലാ തരം ടെക്നോളജി വീഡിയോസിനുമായി ഇപ്പോൾ തന്നെ ദയവായി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല. അതുകൊണ്ട് ആൾ ഓപ്ഷൻ തന്നെ മാറ്റും നിങ്ങൾ ഓൺ ചെയ്തിടുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.